ഇതൊന്നും ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല, നീയൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാഗി വിടുന്ന അമ്മമാരുണ്ട്. ആൽഫ സ്റ്റേജിൽ ഉണരുന്ന കുട്ടിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ ഉണ്ടാവുക? നെഗറ്റീവ് സൈഡ് തന്നെയല്ലേ ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ചക്രയിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് പെടുന്ന ആ ഒരു എനർജി ഇത്രയും മനോഹരമായ ഒരു ദിവസത്തിൽ എനിക്ക് മനോഹരമായ ജീവിതം ജീവിക്കാൻ വേണ്ടി അവസരം വീണ്ടും തന്നു. ഫസ്റ്റ് വോയിസ് എന്ന് പറയുന്നത് കേസാണ്, പ്രാക്കാണ്. ഈ നാശമൃതം എന്റെ മകനായിട്ട് ജനിച്ചു പോയല്ലോ. അതാ ഞാൻ പറഞ്ഞ വിഷവിത്തുക്കൾ എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് വലിയ വാക്കറിയോ. ഒരിക്കലും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കപ്പെടുന്നില്ല. കുഞ്ഞുങ്ങൾ സ്പിരിച്വൽ വേയിൽ നമ്മൾ മറ്റൊന്ന് പറഞ്ഞു വെച്ചുവെങ്കിൽ കൂടിയും ഈ മാതാപിതാക്കളുടെ സ്വപ്നത്തിനനുസരിച്ച് വളരുന്നില്ല എന്ന് കാണുമ്പോൾ കുട്ടികളെ ശത്രുക്കളായി കാണുന്ന മാതാപിതാക്കളുണ്ട്. അവിടെയാണിപ്പം നമ്മൾ ഇന്നർ ചൈൽഡ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. ഒരു സീഡ് വളർന്നു വരുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ഒരു ചെറിയ ഒരു പ്ലാന്റ് ആണെങ്കിൽ കൂടി അതിൽ പാരൻസ് എടുക്കുന്ന നിലപാടുകളുടെ തെറ്റാണ് കുട്ടികൾക്ക് മാറ്റുന്നത്. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ഷാഹിദ ഷെയ്ഖാണ്. നമസ്തേ. നമസ്തേ. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യുവജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രാകുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ പല സുഹൃത്തുക്കളുമുണ്ട്. ഇവർക്കൊക്കെ വീട്ടുകാരോട് വെറുപ്പാണ്. അപ്പോൾ പലപ്പോഴും എല്ലാവരും എന്താണ് പറയുന്നത്, അച്ഛനും അമ്മയോട് സ്നേഹമാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു പറ്റം ആളുകൾക്ക് വെറുപ്പാണ്. കാരണം അവരെ എല്ലാത്തിലും നിന്നും അടിച്ചമർത്തി ഒന്നിനും പോകാൻ വിടില്ല. ഇപ്പോൾ അച്ഛൻ പറയുന്നത് അല്ലെങ്കിൽ അമ്മ പറയുന്നതിന് അപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ല, സുഹൃത്തുക്കളോടൊപ്പം പോകാൻ പാടില്ല, ഒരു കാര്യങ്ങൾക്കും പോകാൻ പാടില്ല. അങ്ങനെ വളർത്തി ഒരു ജോലിയൊക്കെ ആകുമ്പോൾ ജോലി ദുരിതമായിരിക്കും, വീട്ടുകാരെ പ്രാഗിക്കൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതും ഒരു മാനിഫെസ്റ്റേഷനിൽ ചില അമ്മമാരുണ്ട്, ചില അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഇതൊന്നും ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല, നീയൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാഗി വിടുന്ന അമ്മമാരുണ്ട്. അങ്ങനെ ഇതൊരു മാനിഫെസ്റ്റേഷനിലെ യഥാർത്ഥത്തിൽ അത് അവരിലേക്ക് തന്നെ കൊണ്ടെത്തിക്കല്ലേ. ഇപ്പോൾ സ്വന്തം അമ്മ പറയുന്ന വാക്കുകളായിരിക്കല്ലേ എപ്പോഴും അവരുടെ ചെവിയിൽ കിടന്ന് ഇങ്ങനെ വരുന്നത്, ഒരു കാലത്ത് നീ രക്ഷപ്പെടില്ല. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയിൽ വേണം നമുക്കിതിനെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്ന ഈ പ്രായത്തിലെത്തി ചിന്തിക്കുമ്പോൾ ആ കുട്ടികളെ അല്ലെങ്കിൽ ആ ജനറേഷനെ എന്ന് നമ്മളെപ്പോഴും തെറ്റി പറയാറുണ്ട്, അല്ലെങ്കിൽ ആ ജനറേഷൻ ശരിയല്ല എന്ന് പറയും. ഏതൊരു ജനറേഷനും വളർന്നു വന്ന എക്സ്പീരിയൻസിലെത്തി കഴിയുമ്പോൾ അടുത്ത ജനറേഷനെ കുറ്റം പറയുന്നൊരു സ്വഭാവം സ്വാഭാവികമായി നമ്മൾ കാണുന്നുണ്ട്. ഈ രാഹുൽ ചോദിച്ച ആ വിഷയങ്ങളൊക്കെ ദയനീയമായൊരു സഹതാപത്തോടു കൂടി തന്നെ നമ്മൾ നോക്കി കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് ഞാൻ ഒരു ചോദ്യമായിട്ടല്ല പറയുന്നത്, ഇത് നേരിടുന്ന ഈ അവസ്ഥ നേരിടുന്ന ഒരുപാട് പേരെ എനിക്ക് നേരിട്ടറിയാം. അതെ. ഇപ്പോൾ അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ അവർക്ക് ദേഷ്യമാണ്. സ്നേഹത്തെക്കാൾ കൂടുതൽ ദേഷ്യമാണ് അവരുടെ ജീവിതത്തോട് കാണിച്ച, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ എല്ലാം അടിച്ചമർത്തി അവരാഗ്രഹിച്ചിരുന്ന ഒരാളിൽ നിന്നും മറ്റൊരാളാക്കി തീർത്തതിൻ്റെ പ്രതികാരം. ആ പ്രതികാരത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലോ മറ്റോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചൊരു വിഷയമായിരുന്നു ശത്രുക്കളായി ജനിക്കപ്പെടുന്ന മക്കൾ എന്നൊരു അധ്യായം സംസാരിച്ചിരുന്നു. അത് കണ്ടിട്ട് കുറേയേറെ കുട്ടികൾ എന്നെ വിളിച്ചു എന്നുള്ളതാണ്. കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, ഇപ്പോൾ രാഹുൽ ചോദിച്ച അതിനോട് തന്നെ മാച്ചായി നിൽക്കുന്ന ചോദ്യമാണ്, ഞങ്ങളെ ജന്മം തന്നെ പ്രാക്കിലൂടെ ജനിക്കപ്പെട്ടു എന്ന് പറയുന്ന മാതാപിതാക്കളോട് മാഡത്തിന് ഒന്നും പറയാനില്ലേ എന്ന് വളരെ സഹതാപത്തോടു കൂടി ചോദിച്ച കുട്ടികളുണ്ട്. സത്യത്തിൽ ഞാനപ്പോൾ സൈലൻ്റ് ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ ഇല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, ഞാനൊരു അമ്മയാണ്, നമ്മൾ അവരെക്കുറിച്ച് ആ സമയത്ത് ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ഖേദമുണ്ട്, നമ്മളത് പറഞ്ഞു തുടങ്ങാം. കാരണം നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ശരീരമെടുത്ത് വരുമ്പോൾ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നു. സ്പിരിച്വൽ വേയിൽ അങ്ങനെ നമ്മൾ ജന്മം എടുത്തു കഴിയുമ്പോൾ നമ്മളിവിടെ കർമ്മ തീർക്കാൻ വരുന്നു. അതൊരു പാർട്ടാണ്, സ്പിരിച്വൽ വേയിൽ അതൊരു പാർട്ടാണ്. എന്നാൽ കൂടിയും ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ലൈഫ് പർപ്പസിലാണ് നമ്മൾ ആരാവുന്നു, എന്താവുന്നു, എങ്ങനെയാവുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഓരോ ടേസ്റ്റുകൾ. ഇപ്പോൾ ഒരു MBBS എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു കുട്ടി, ക്രിയേറ്റീവ് സൈഡാണ് ആ കുട്ടിക്ക് താല്പര്യമെങ്കിൽ പാരൻസിൻ്റെ നിർബന്ധം കൊണ്ട് MBBS എടുത്ത് അത് ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി 1 to 7 അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് 1 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയും എത്തി ഒരു കുട്ടി ജനിക്കപ്പെട്ട് അതിൽ ആ കുട്ടിയുടെ ഓരോ ടേസ്റ്റുകൾ അവിടെ മനസ്സിലാക്കുക. ഒരിക്കലും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കപ്പെടുന്നില്ല. കുഞ്ഞുങ്ങൾ
സ്പിരിച്വൽ വേയിൽ നമ്മൾ മറ്റൊന്ന് പറഞ്ഞു വെച്ചുവെങ്കിൽ കൂടിയും കുഞ്ഞുങ്ങളായിട്ടല്ല ജന്മത്തിലേക്ക് വന്ന് അവർ ഞങ്ങൾ നിങ്ങളുടെ ഇതിലൂടെ ജനിക്കപ്പെടട്ടെ എന്ന് കരുതി അവർ ഫിസിക്കലി വന്ന് പറഞ്ഞിട്ടല്ല ജനിക്കുന്നത്. മാതാപിതാക്കളുടെ ഇഷ്ടമാണ് നമുക്കൊരു കുഞ്ഞുങ്ങൾ വേണം, നമ്മുടെ പാരമ്പര്യം വളരണം, തലമുറകളുണ്ടാവണം എന്നുള്ളതിൽ. അതിൽ വന്നെത്തി നിന്ന് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും അവൻ്റെ ഓരോരോ പ്രവൃത്തികളിലും ഈ മാതാപിതാക്കളുടെ സ്വപ്നത്തിനനുസരിച്ച് വളരുന്നില്ല എന്ന് കാണുമ്പോൾ കുട്ടികളെ ശത്രുക്കളായി കാണുന്ന മാതാപിതാക്കളുണ്ട്. അവിടെയാണിപ്പം നമ്മൾ ഇന്നർ ചൈൽഡ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ ബേൺഡ് ആകുന്ന രീതിയിലുള്ള വാക്കുകൾ അവരെന്തിനാ മുന്നോട്ട് ജീവിക്കണം, ശപിക്കപ്പെടുന്നത്, അതായത് വിഷവിത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ പറയുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. നമ്മൾ അവരോട് അയ്യോ കുട്ടികളെ അങ്ങനെ പറയല്ലേ എന്ന് മാത്രമേ ചില സമയത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ അനുസരിക്കില്ല, പറഞ്ഞാൽ അങ്ങനെയാവില്ല ഇങ്ങനെയാവില്ല. നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഏകദേശ രൂപമൊക്കെ കണ്ട് തന്നെയല്ലേ മക്കൾ വരുന്നത്, അല്ലാതെ പ്രത്യേകമായിട്ട് അവർക്കൊന്നും സംഭവിക്കപ്പെടുന്നില്ല. ഈ പാരൻസ് അവർക്ക് കൊടുക്കുന്ന സീഡ് ഉണ്ടല്ലോ, ഒരു ഫീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു സീഡ് വളർന്നു വരുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഒരു ചെറിയ ഒരു പ്ലാന്റ് ആണെങ്കിൽ കൂടിയും അതിൽ പാരൻസ് എടുക്കുന്ന നിലപാടുകളുടെ തെറ്റാണ് കുട്ടികൾക്ക് മാറ്റം വരുന്നത്. അവർ പഠിച്ച് അവരൊരു ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ തന്നെ MBBS താല്പര്യമുള്ള ഒരു കുട്ടിക്ക് ക്രിയേറ്റീവ് സൈഡ് അവന് ഇഷ്ടമാണെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി ആ പാരൻസ് അതിലേക്ക് അവനെ കൊണ്ടുപോകാൻ സഹായിക്കേണ്ടതിന് പകരം ഇവരുടെ ഇഷ്ടത്തിലേക്ക് അവനെ നയിക്കാൻ ശ്രമിക്കും. ഇതിന് ഒരു പഠിക്കാൻ കാലിബർ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഒരു MBBS ഡോക്ടർ ആവാനായിട്ടോ മറ്റു കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം തന്നെയാണ്. അവൻ ചിലപ്പോൾ വല്ല റിപ്പയറിങ്ങോ അല്ലെങ്കിൽ ക്ലേ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയോ, അപ്പോൾ ഈ പാരൻസ് പറയുന്നത് ഇത്രയേറെ പൈസ മുടക്കിയിട്ട് നീ എന്താ ഈ ചെയ്യുന്നേ, നശിപ്പിക്കാനായിട്ടുണ്ടായതാണ്. ഈ പറഞ്ഞ പോലെ കേസ്, ശപിക്കുക എന്ന് പറഞ്ഞ പല ജന്മങ്ങളുണ്ടല്ലോ. ഈ വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമ്മുടെ ത്രോട്ട് ചക്രയിൽ നിന്ന് വരുന്ന എനർജി വാക്കുകളിലൂടെ നമ്മുടെ ബ്രെയിനിൽ ആദ്യം സംഭവിക്കപ്പെട്ടു, അതിനുശേഷം കുട്ടികളിലേക്ക് സംഭവിക്കപ്പെടുന്നു. ഇവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വളർന്നു വരേണ്ടതായ രീതിയിൽ ഇവൻ്റെ ലൈഫിനെ സ്വപ്നങ്ങളിലൂടെ ഫ്ലറിഷ് ചെയ്യുന്നൊരവസ്ഥയിൽ ഇവൻ്റെ ഈ വാക്കുകൾ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു വാക്കുകളുണ്ടല്ലോ പാരൻസിൻ്റെ, ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സൊസൈറ്റിയിലെ പ്രിവിലേജിന് വേണ്ടിയിട്ട് ഞാൻ ഈ നാട്ടിലെ വലിയൊരാളാണ്, എൻ്റെ മോൻ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നാട്ടുകാരോട് ഞാൻ എന്ത് ഉത്തരം പറയും? ഇവൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇവൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ, നാട്ടിലെ സാധാരണ പിള്ളേരുടെ കൂടെ ഇവൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഇവൻ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ സ്നേഹമായിരിക്കാം, മുഴുവൻ സമയം പഠിച്ചിപ്പോൾ എനിക്ക് കിട്ടാത്തതെല്ലാം ഇവന് കിട്ടണം. ഇപ്പോൾ ചില സാധാരണ ആളുകളുടെ മക്കൾ അവർ കളിക്കാനോ മറ്റൊന്നിനും വിടത്തില്ല, പടി 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 എന്ന് പറഞ്ഞിരിക്കുക. എന്തിനാണ്? അവർക്ക് കിട്ടാതെ പോയത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ എൻ്റെ മോന് 10A+ അല്ലെങ്കിൽ +2 ഫുൾ A+, ഡിഗ്രിക്ക് വലിയ മാർക്ക്, 1ാം റാങ്ക്, 1st റാങ്ക്, 2nd റാങ്ക്, ഇത് കിട്ടണം. അതുകൊണ്ട് അവൻ പഠിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ സമയം പോയാലോ, അവൻ പഠിത്തത്തിൽ നിന്ന് പിറകേക്ക് പോയാലോ, അങ്ങനെ എല്ലാത്തിൽ നിന്നും അടിച്ചമർത്തി അവൻ വളർന്നു വരുമ്പോൾ ഇതൊന്നുമായി തീരാതെ പോകുമ്പോൾ ബിഗ് സീറോ ആയി മാറുന്നത് കാണാൻ പറ്റാറുണ്ട്. അതായത് നമുക്കൊരു 12ാം ക്ലാസ് വരെയും ഈ കുട്ടിയെ ഇങ്ങനെ അടിച്ചമർത്താം. അത് കഴിയുമ്പോൾ എന്തായാലും ഡിഗ്രിക്ക് അവൻ പുറം ലോകത്തേക്ക് പോകണമല്ലോ. പുറം ലോകം ഇൻ ദ സെൻസ് വലിയ റിയൽ ലൈഫിലേക്ക് പോകണം, ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകണം, അപ്പം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. കുറേ ആളുകൾ അവിടെയുണ്ട്, ഇവരെക്കായി മുതിർന്നവരും സീനിയേഴ്സും ഒക്കെ ഉണ്ട്. അവരിലൂടെ ഇവൻ സഞ്ചരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷനുണ്ട്, മാതാപിതാക്കളോടുള്ള ദേഷ്യം വരും. അപ്പോൾ ഈ പഠിക്കുന്നതിന് പകരമായിട്ട് പല ഹാബിറ്റ്സിലും പല ബന്ധങ്ങളിലും ഒക്കെ പോയിപ്പെട്ട് ഉള്ളതും കൂടി നശിപ്പിക്കുന്ന 10ൽ അല്ലെങ്കിൽ +2ൽ ഫുൾ A+ വാങ്ങി ജയിച്ച് നല്ല കാലിബറും പൊട്ടൻഷ്യലും ഫിനാൻഷ്യൽ സൈഡുമുള്ള കുട്ടികൾ ഡിഗ്രിക്കെത്തി PGയിലെത്തിയപ്പോഴേക്കും നശിച്ച് ഒന്നുമല്ലാതെ മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചിരിക്കുന്ന എത്ര പേരെ കാണിച്ചു തരാൻ പറ്റുമെന്നറിയോ? ഒരുപാട് പേരുണ്ട് ഒന്നുമല്ലാതായി പോകുന്നത്. അവിടെ ഈ പാരൻസ് വന്നിട്ട് പറയുന്നത് ഞങ്ങളെ കാരണമാണ്, ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ പറയും. എൻ്റെ അടുത്ത് സെഷൻ എടുത്ത് ഒത്തിരി പാരൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളാണ് അതിന് ഉത്തരവാദികൾ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക മാഡം? നമ്മൾ ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ കൂമ്പിൽ കൊണ്ടുപോയി വളം വയ്ക്കാൻ പറ്റില്ല, കടക്കിൽ തന്നെ വളം വെച്ചാലേ നന്നാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കൂ. എന്താണ് പ്രോബ്ലം എന്ന് തുറന്ന് ചോദിക്കൂ. എന്താ നിനക്ക് പഠിക്കാൻ പറ്റാത്ത? ലേണിംഗ് ഡിസബിലിറ്റി ആണോ? അല്ലെങ്കിൽ എന്താ ഇൻട്രസ്റ്റ് ഇല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലാണോ? നിങ്ങൾ അതിനു മുമ്പ് ദേഷ്യം വരാണ്. ഒരു എന്താ പറയുക, ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെ കുട്ടികളോട് പെരുമാറുന്നു. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുമല്ലോ, അപ്പം തുടങ്ങി
ശാപവാക്കുകളാ, കേഴ്സാണ്. ഇത് കേട്ടുണരുന്ന കുട്ടി, ആൽഫ സ്റ്റേജിൽ ഉണരുന്ന കുട്ടിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ ഉണ്ടാവുക? നെഗറ്റീവ് സൈഡ് തന്നെയല്ലേ ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ചക്രയിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് പെടുന്ന ആ ഒരു എനർജി അവരിലേക്ക് അത് എഫക്ട് ചെയ്യും, അവരുടെ മനസ്സിലേക്ക് ചെല്ലും. ദേഷ്യത്തോടെ ആയിരിക്കും, അവരോടുള്ള ദേഷ്യത്തോടെ ആയിരിക്കും രാവിലെ തന്നെ ഇറിറ്റേഷൻ. ഒന്നിനും ഒരു കുളിച്ച് ഫ്രഷായി നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വേണം എന്തൊരു കാര്യം. രാവിലെ ഒരു ദിവസം നമ്മൾ താങ്ക് യു പറയാം ആ ദിവസത്തെ. ഇന്ന് എനിക്ക് കിട്ടി, ഇത്രയും മനോഹരമായ ഒരു ദിവസത്തിൽ എനിക്ക് മനോഹരമായ ജീവിതം ജീവിക്കാൻ വേണ്ടി അവസരം വീണ്ടും തന്നു ഇല്ലേ? അതിന് പകരമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് വോയിസ് എന്ന് പറയുന്നത് കേഴ്സാണ്, പ്രാക്കാണ്. ഈ നാശമൃതം എൻ്റെ മകനായിട്ട് ജനിച്ചു പോയല്ലോ. അതാ ഞാൻ പറഞ്ഞ വിഷവിത്തുക്കൾ എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് വലിയ വാക്കറിയോ? ചില പാരൻസ് പറയുന്ന വിഷവിത്തുകൾ വന്ന് എൻ്റെ വയറ്റിൽ പിറന്നു, അമ്മമാർ പറയുന്നതാ. ഇത് കേൾക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും സന്തോഷമല്ല ഉണ്ടാവുക. എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? ആത്മഹത്യ ചെയ്യാൻ തോന്നുക. ആത്മഹത്യ ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ അവർ ആ ജീവിതത്തെ എങ്ങനെ നശിപ്പിച്ച്, കാരണം പകരം വീട്ടുക, പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് വരുന്നത്. അവിടെയാണ് മക്കൾ ശത്രുക്കളാകും എന്നൊരു കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അത് കുറേയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്, നല്ല രീതിയിൽ തന്നെ അത് എത്തിയിട്ടുണ്ട്, പ്രേക്ഷകരിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ കൂടിയും ഈ ഒരു അവസ്ഥയും കൂടി അവിടെ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്ത തെറ്റെന്താണ്, പാരൻസ് ചെയ്ത തെറ്റെന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആകാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ഡോക്ടറോ വക്കീലോ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആവാൻ ആഗ്രഹിച്ചിരുന്നു, കഴിഞ്ഞില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടായിരുന്നു, പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, പഠിക്കാൻ മിടുക്കരായിരുന്നു, എന്നിട്ടും സാധിച്ചില്ല സാമ്പത്തിക സ്ഥിതി കൊണ്ട്. ഇന്ന് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി ഉണ്ട്, അതിലേക്ക് എത്തിക്കാനായിട്ട് ഈ കുട്ടികളെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, തെറ്റല്ല, നിങ്ങളുടെ ആഗ്രഹമാണ്, സ്വപ്നമാണ്, ഓക്കെ. പക്ഷേ അതിന് ഈ പറയുന്ന കുട്ടി പ്രാപ്തമാണോ, അവൻ്റെ മനസ്സ് അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതിൻ്റെ ചുമതല, മനസ്സിലാക്കേണ്ടതിൻ്റെ ചുമതല പാരൻസിനുണ്ട്. അതിനുശേഷം ശ്രമിച്ചിട്ടും ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ആ കുട്ടിയുടെ ഇഷ്ടത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കും. പകരം ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കും. അത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം പഠിത്തത്തിൻ്റെ ഒരു സൈഡ് അങ്ങനെ ഇരിക്കട്ടെ, അല്ലാതെ സ്വഭാവത്തിൽ തന്നെ ചില കാര്യങ്ങൾ കുട്ടികൾ പറയുമ്പോൾ ഇവർ നന്നാവാൻ ശ്രമിക്കുമ്പോഴും അടിച്ചമർത്തുന്ന രീതിയിൽ ഈ പാരൻസിൻ്റെ വാശി ഇവരിൽ അടിച്ചേൽപ്പിക്കും. അതും ഒരു മോശമായ, നന്നാവുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ മിസ്റ്റേക്സ് കുട്ടികളിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കുട്ടികൾ അതിനെ തിരുത്തി ശീലങ്ങളെ മാറ്റി നേരത്തെ എഴുന്നേറ്റ് വന്നാലും ഇന്നൊരു ദിവസത്തേക്കായിരിക്കുമല്ലേ നേരത്തെ എഴുന്നേറ്റേക്കണേ, നശിപ്പിച്ച് പോയി. അപ്പോൾ ഇവരുടെ ഈഗോ വർക്കൗട്ട് ആവും, വിശ്വാസമില്ലായ്മ വന്നു. അല്ല, ഞാനത് ശീലിക്കുകയാണ്, ഇന്ന് തുടങ്ങിയ ശീലിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് എന്ന് കണ്ടറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ തന്നെയായിരുന്നല്ലോ, ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ. ഓക്കെ, ഞാൻ കഴിഞ്ഞ എപ്പോഴും ഒരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യരാണ് രാഹുൽ, നമുക്കെല്ലാം പറയുന്ന പോലെയൊന്നും ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വിടുന്നതല്ല അല്ലേ. നമുക്ക് ഇമോഷൻസ് ഇല്ലേ, ചില സമയത്ത് നമുക്ക് മടി വരും. ആ മടിയെ ആസ്വദിക്കുക. ഇന്ന് എനിക്ക് മടിയാണ്, ഞാനൊരു ദിവസത്തേക്ക് മടി പിടിച്ചിട്ടിരിക്കുക, ഞാൻ ആസ്വദിച്ചു, മടി ആസ്വദിച്ചു. നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റീവായ ലൈഫിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം മോനെ നീ നേരത്തെ എഴുന്നേറ്റില്ലേ, വെരി ഗുഡ്, നാളെ നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുതൽ നേരത്തെ എഴുന്നേക്കണം കേട്ടോ എന്നുള്ളൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതിന് പകരം അവിടെ ഇവരെ തെറ്റു പറയും, കുറ്റപ്പെടുത്തും. അപ്പോൾ എന്തിനാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് 5:30 എഴുന്നേക്കാൻ ഇരുന്ന കുട്ടി 6:30 ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. 5:30 എഴുന്നേറ്റ് അവൻ്റെതായ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനിരിക്കാം എന്നൊരു ആഗ്രഹത്തിലിരിക്കുന്ന കുട്ടി ഒരു ദിവസം 5:30 എഴുന്നേറ്റ് പോയി എന്ന അബദ്ധം കൊണ്ടിട്ട്, കാരണം അവിടെ കിട്ടിയത് നെഗറ്റീവ് റിസൾട്ടാണ്. അല്ല, ഇതിനകത്ത് അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറയേണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ രക്ഷകർത്താക്കളെ കുറ്റം പറയുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഒരു ഏജ്, ഒരു 21 വയസ്സ് തൊട്ട് 25 വയസ്സ്, ആ സമയത്താണ് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കളായിട്ട് ജനിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തും പലപ്പോഴും. ഇപ്പോൾ കാശില്ലെങ്കിൽ, ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം അമേരിക്കൻ സിസ്റ്റമൊക്കെ പലപ്പോഴും 18 വയസ്സായി കഴിഞ്ഞാൽ അവരെ വെളിയിലേക്ക് ഇടും. പിന്നെ അവർ പോയി ഒറ്റയ്ക്ക് പൈസ കണ്ടെത്തി ജീവിച്ചോളണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു 25, 28, 30 വയസ്സ് വരെയും രക്ഷകർത്താക്കളാണ് ചെലവിന് കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ 21 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർ കുറ്റപ്പെടുത്താൻ തുടങ്ങും. എന്ത് തന്നു നിങ്ങൾ, എന്ത് തന്നു, എന്തുണ്ടാക്കി, നിങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ടാണ് എൻ്റെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അത് ഇവർ പലപ്പോഴും ആ രക്ഷകർത്താക്കൾ ഇവരെ നന്നാക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ ഇവർ വിജയിച്ച് വരാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കും.
പക്ഷെ ഇവർ അവസാനം പറയുന്നത് ഒന്നും നമുക്കറിയാം. നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ 10ാം ക്ലാസ്സിൽ 10A+ഉം +2ന് ഫുൾ A+ഉം ഡിഗ്രിക്ക് 1ാം റാങ്കും വാങ്ങിച്ചു കഴിഞ്ഞാലും ജോലി കൊടുക്കാൻ സംവിധാനമില്ലാത്തൊരു രാജ്യത്താണ് നമ്മൾ നമ്മൾ പലപ്പോഴും പോകുന്നത്. അതെ ഒരു എത്രയോ സിസ്റ്റമാണ്. ലക്ഷങ്ങൾ അതെ അതെ ഇപ്പോഴും. അതുകൊണ്ടാണ് ഇന്ന് വിദേശത്തേക്ക് ധാരാളം കുട്ടികൾ കയറി അതെ, പോവുകയും PGയും PhDയും കഴിഞ്ഞിട്ട് കൊടുക്കാൻ ജോലിയില്ല. അങ്ങനെയുള്ള അതെ സംവിധാനം നമ്മുടെ മുന്നിലുള്ളപ്പോൾ പിന്നീട് ഒന്നും പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി തരാത്തതുകൊണ്ടാണ് എൻ്റെയൊക്കെ ജീവിതം ഇങ്ങനെ ആയി പോയത് എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കളെ കുറ്റം പറയുന്ന വിദ്യാർത്ഥികളും ഇതിൻ്റെ ഉണ്ട് കൂടെയുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് പറയുന്ന സോള് അത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരും. നമ്മളെന്ന് പറയുന്ന സോള് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് കർമ്മ തീർക്കാനാണെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിനെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളല്ല നമ്മളെ നന്നാക്കേണ്ടത്. ഈ പറയുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഒരു 25 ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും പാരൻസിനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അധ്യാപകർ എന്നെ ശ്രദ്ധിച്ചില്ല, പാരൻസ് ശ്രദ്ധിച്ചില്ല, ഞങ്ങളുടെ ഇഷ്ടം ഇതായിരുന്നു എന്ന് പറയുന്നിടത്ത് ആ 25 വയസ്സ് വരെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അവർ മനസ്സിലാക്കി, ഓക്കെ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇതാണ് ഞങ്ങൾക്ക് എൻഡ് റിസൾട്ട് കിട്ടിയത്, ഇനി ബാക്കി വാട്ട് ഇസ് നെക്സ്റ്റ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതെ. അത് നമ്മളിലേക്ക് സ്വയം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.